സുധാകരൻ നയിക്കും, പാർട്ടിയിലെ പണിക്കാരന്മാർക്ക് 8ന്റെ പണി കൊടുക്കും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയ CPM-ൽ കാര്യമായ അഴിച്ചുപണി ഉണ്ടാകാനിടയില്ലെങ്കിലും വമ്പൻ വിജയം നേടിയ കോൺഗ്രസിൽ കാര്യമായ തിരുത്തൽ നടപടികളുണ്ടാകും എന്ന് സൂചന. KPCC അധ്യക്ഷൻ K. സുധാകരനെയും മറ്റു ചില ഭാരവാഹികളെയും നിലനിർത്തിക്കൊണ്ട് തന്നെ KPCC പുനഃസംഘടിപ്പിക്കുവാനാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി അവലോകനം ചെയ്യുവാൻ ഇടതുമുന്നണി സംസ്ഥാന സമിതി യോഗം നടക്കുന്നതിനിടയിലാണ് മറുഭാഗത്ത് വലിയ വിജയം നേടിയ കോൺഗ്രസിലും അഴിച്ചുപണിക്ക് സാധ്യതകൾ ഒരുങ്ങുന്നത്. സംഘടനാ ദൗർബല്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ ലക്ഷ്യമിട്ടാണ് KPCC പുനഃസംഘടിപ്പിക്കുന്നത്. K. സുധാകരനെയും ചുരുക്കം ചില ഭാരവാഹികളെയും നിലനിർത്തിയാവും പുതിയ പട്ടിക തയ്യാറാക്കുക. നാളെ ചേരുന്ന KPCC എക്സിക്യൂട്ടീവിൽ K. സുധാകരൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഉണ്ടായെങ്കിലും സംഘടനാ ദൗർബല്യങ്ങൾ ബൂത്ത് തലങ്ങളിൽ വരെ നന്നായി അനുഭവപ്പെടുന്നുവെന്നാണ് MP-മാരുടെ അനുഭവം. അതിനാൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കമ്മിറ്റികൾ ശക്തിപ്പെടുത്തണമെന്നാണ് തീരുമാനം. പാർട്ടിയിൽ അഴിച്ചുപണിയല്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് KPCC അധ്യക്ഷൻ തന്നെ മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. KPCC ഭാരവാഹികൾ നിഷ്ക്രിയരായവരെ ആദ്യം മാറ്റും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ച KCC സെക്രട്ടറിമാരുടെ പട്ടികയിൽ വലിയ മാറ്റം കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാർക്ക് പ്രാധാന്യം നൽകി പുനഃസംഘടന നടത്തുവാനാണ് പദ്ധതി. തിരുവനന്തപുരം, ആലപ്പുഴ, വയനാട്, തൃശൂർ DCC അധ്യക്ഷന്മാർക്ക് സ്ഥാനചലനം ഉണ്ടായേക്കും. ഇവിടങ്ങളിലും തലമുറ മാറ്റത്തിനാണ് ശ്രമം. ഗ്രൂപ്പ് പ്രാതിനിധ്യത്തിന് അപ്പുറത്ത് പാർട്ടിയുടെ തിരിച്ചറിവിന് പ്രാധാന്യം നൽകണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. ജംബോ പട്ടികയിലേക്ക് പോകാതെ അതിവേഗം അഴിച്ചുപണി പൂർത്തിയാക്കുവാനാണ് നീക്കം. കേരളത്തിലെ മികവുറ്റ വിജയത്തിന് കാരണം കോൺഗ്രസ് നേതാക്കളുടെ മികവ് കൊണ്ടല്ല, മറിച്ച് പിണറായിയോടുള്ള ജനങ്ങളുടെ കടുത്ത അമർഷം കൊണ്ടാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. സുധാകരനും VD സതീശനും തമ്മിലടിച്ച് അണികളെയും ജനങ്ങളെയും ഒരുപോലെ വെറുപ്പിച്ചിട്ടും കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടുവാൻ സാധിച്ചത് പിണറായിയുടെയും കുടുംബത്തിൻ്റെയും കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്ന് നേതൃത്വം മനസ്സിലാക്കിയ ലക്ഷണങ്ങൾ കാണാനുണ്ട്. അതുകൊണ്ടാണ് K. സുധാകരന്റെ മാറ്റത്തിനായി പാർട്ടിയിൽ നിന്ന് ഇത്തവണ മുറവിളി ഉയരാത്തത്. അതുപോലെ നാണംകെട്ട പരാജയത്തിന് ശേഷമുള്ള CPM-ന്റെ ആദ്യ സംസ്ഥാന നേതൃത്വ യോഗം AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. തോൽവിയുടെ കാരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ അവലോകനം ചെയ്യുന്നതുകൂടാതെ ആലത്തൂരിൽ നിന്ന് MP-ആയ K. രാധാകൃഷ്ണന് പകരം ആരെ മന്ത്രിയാക്കണമെന്നതിലും ചർച്ചകൾ നടക്കും. മാനന്തവാടി MLA-യും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള OR കേളു, കുന്നത്തുനാട് MLA PV ശ്രീനിജൻ എന്നിവരുടെയൊക്കെ പേരിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ കറങ്ങുന്നത്. മന്ത്രിയെ തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ നിയമസഭയിലെ സീറ്റുകളുടെ കാര്യത്തിലും ചർച്ച നടക്കുവാൻ സാധ്യതയുണ്ട്. യോഗത്തിൽ പേരിന് ചർച്ചയുണ്ടാകുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പിണറായിയുടെ മനസ്സിൽ എന്താണോ അതിന് അംഗീകാരം നൽകുക എന്നതാണ് സ്ഥിതി. ഇന്ന് നിയമസഭാ സമ്മേളനം പുനരാരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ വകുപ്പുകളിലും ചില അഴിച്ചുപണികളും പ്രതീക്ഷിക്കുന്നുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.